ചില സമയത്ത് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ ഇതിൻ്റെ അടുത്ത് പോയിട്ടൊക്കെ നോക്കേണ്ട സാഹചര്യം വരെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് കിട്ടുന്ന ഒരു സൗണ്ട് ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ വേറെ ലെവലാണ്. ഇത് 6.5 ഇഞ്ചിൻ്റെ സബ് വൂഫറാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്നത്. പക്ഷേ ആ ഒരു സാധനം വെച്ചിട്ട് ഞാനിത് വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ ജനലൊക്കെ ഇങ്ങനെ തരിക്കുന്നുണ്ട്. നിങ്ങൾ ബേസ് ലെവർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണും പൂട്ടി നിങ്ങൾക്ക് എടുക്കാം. ഹായ് ഗൈസ്, എന്തായാലുള്ളത് ബോട്ട് അവൻ്റെ ബാർ 3200D Pro എന്ന് പറയുന്ന ഒരു കിടിലൻ സൗണ്ട് ബാറാണ്. അപ്പോൾ നമ്മൾ ഈ പുറകിൽ കാണുന്ന ഈ ഒരു സാധനമാണ്. ഞാൻ ഏകദേശം വാങ്ങിച്ചിട്ട് ഇപ്പം 2-3 ദിവസത്തിൻ്റെ മേലെ ആയിട്ടുണ്ട് യൂസ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് തോന്നിയിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു മാസത്തിന് മേലെയൊന്നും ആയിട്ടില്ല, കുറച്ചായിട്ടേ ഉള്ളൂ. ഏകദേശം 15,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് പറയുന്നത്. ബോട്ടിൻ്റെ സൈറ്റിലും കാര്യങ്ങളിലും ആ ഒരു പ്രൈസ് തന്നെയാണ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആമസോണും ഫ്ലിപ്പിലൊക്കെ നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു 13,000 രൂപയ്ക്ക് നോർമൽ പ്രൈസ് റേഞ്ചും അത് നമുക്ക് കാർഡ് ഓഫീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു 11,500 രൂപ ആ റേഞ്ചിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ സൗണ്ട് ബാർ വന്നിട്ടുണ്ടായിരുന്നത് ഇങ്ങനത്തെ ഒരു വലിയൊരു ബോക്സിൻ്റെ അകത്തായിരുന്നു. ഈ ബോക്സിനകത്ത് നമ്മുടെ സൗണ്ട് ബാർ വരുന്നുണ്ട്, ഇതിൻ്റെ സബ് വരുന്നുണ്ട്, 2 സാറ്റലൈറ്റ് സ്പീക്കേഴ്സ് വരുന്നുണ്ട്, രണ്ടും വയർലെസ് ആണ്. ഈ 2 സാറ്റലൈറ്റ് സ്പീക്കേഴ്സ് വയർലെസ് ആയതുകൊണ്ട് തന്നെ ഇത് വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ചാർജറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ചാർജർ വരുന്നുണ്ട്, ഓക്സ് കേബിൾ വരുന്നുണ്ട്, യൂസർ മാനുവൽ വരുന്നുണ്ട്, പിന്നെ റിമോട്ടും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ബോക്സിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ച് സൗണ്ട് ബാറിലോട്ട് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. കാണുമ്പോൾ തന്നെ അത്യാവശ്യം പ്രീമിയം ലുക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടിലായിട്ട് ബോട്ടിൻ്റെ ലോഗോയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോർമൽ സൗണ്ട് ബാസിനൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചും കൂടെ വലിയൊരു ഡിസ്പ്ലേ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. നമ്മൾ ഏത് മോഡിലാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ചുമരിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ദൂരെ നോക്കുന്ന സമയത്ത് കുറച്ചും കൂടി വലിയ ഡിസ്പ്ലേ ആയതുകൊണ്ട് അത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ്, പിന്നെ സെൻറ്റർ, ഈ 3 സ്പീക്കേഴ്സ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. എക്സ്ട്രാ 6 വരുന്ന സെറ്റപ്പ് ഒന്നുമില്ല, വെറും 3 സ്പീക്കേഴ്സ് മാത്രമേ ഇതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. പിന്നെ സൈഡിലോട്ട് വരുന്ന സമയത്താണ് ഇതിൻ്റെ ബട്ടൺസും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് റിമോട്ടിലെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്നിരുന്നാലും ഇവിടെ കുറച്ച് ബട്ടൺസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഓൺ ആക്കാനും ഓഫ് ആക്കാനും വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള അങ്ങനെ കുറച്ച് ഓപ്ഷൻസിനുള്ള ബട്ടൺസ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ പുറകിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ സബിലേക്കുള്ള ഔട്ട് വരുന്നുണ്ട്. സബിൽ എക്സ്ട്രാ ബോർഡും കാര്യങ്ങളൊന്നും വരുന്നില്ല, ഡയറക്റ്റ് നമ്മൾ ഈ ഔട്ട് എടുത്ത് കൊടുക്കുകയാണ്. പിന്നെ ഓക്സ് കേബിൾ കൊടുക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്, HDMI പോർട്ട് വരുന്നുണ്ട്, ഒപ്റ്റിക്കൽ കേബിൾ കൊടുക്കാനുള്ള കണക്ഷൻസ് വരുന്നുണ്ട്. സബിലോട്ട് വരുന്ന സമയത്ത് അത്യാവശ്യം ഒരു ക്വാളിറ്റി നമുക്കിത് പിടിക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു പ്രീമിയം ലുക്കും ഉണ്ട്, ഗ്ലോസി പിന്നെ മാറ്റും കൂടിയിട്ടുള്ള ഫിനിഷിംഗ് ആണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇതിന് കിട്ടുന്ന ഔട്ട്പുട്ട് ഞാനത് വീഡിയോ ഒരു പാട്ട് പ്ലേ ചെയ്തതിന് ശേഷം പറയാം, അതായിരിക്കും നല്ലതെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് 6.5 ഇഞ്ചിൻ്റെ ഒരു സബ് വൂഫർ കൊടുത്തിട്ടുണ്ട്. പുറകിലായിട്ടാണ് ഇതിൻ്റെ എയർ ഔട്ടിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. വയർലെസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന 2 സാറ്റലൈറ്റ് സ്പീക്കേഴ്സ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇത് കയ്യിൽ പിടിക്കുന്ന സമയത്ത് തന്നെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, പിന്നെ നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. നമുക്കത് പിടിക്കുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ട്. ബോട്ടിൻ്റെ ലോഗോയും കാര്യങ്ങളും ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വയർലെസ് കണക്ഷനുള്ള സ്പീക്കർ ആയതുകൊണ്ട് തന്നെ സറൗണ്ട് ലെഫ്റ്റിൻ്റെ അകത്ത് നമുക്ക് ചാർജറിൻ്റെ പിന്ന് കൊടുക്കാനുള്ള സോക്കറ്റ് വരുന്നുണ്ട്. അതുപോലെ ഇതിന് റൈറ്റിലോട്ടുള്ള ഔട്ട് എടുക്കാനുള്ള സോക്കറ്റും വരുന്നുണ്ട്. പിന്നെ ഒരു പെയറിംഗ് ബട്ടണും വരുന്നുണ്ട്. ഈ പെയറിംഗ് ബട്ടൺ ശരിക്കും നമുക്ക് ആവശ്യമേ വരുന്നില്ല. ജസ്റ്റ് ഇത് പ്ലഗ് ഇൻ ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക് പെയർ ആവുന്നുണ്ട്, സ്പോട്ടിൽ കണക്റ്റ് ആവുന്നുണ്ട്. പിന്നെ പുറകിലോട്ട് നോക്കുന്ന സമയത്ത് ഇത് നമുക്ക് വാൾ മൗണ്ട് ചെയ്യാൻ വേണ്ടിയുള്ള കണക്ഷൻസും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സാറ്റലൈറ്റ് സ്പീക്കേഴ്സിലോട്ട് വരുന്ന സമയത്ത് ഉള്ളതെന്ന് പറയാം. ഇനി നമുക്കിതൊന്ന് വർക്ക് ചെയ്യുകയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഞാനിത് വർക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ ഭീകരമായിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്തതിൻ്റെ മേലെ ഒരു വർക്കിംഗ് ആയിരുന്നു എനിക്ക് ഇതിന് കിട്ടിയിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ. വീഡിയോയിൽ ഞാൻ എത്രത്തോളം ഇതിൻ്റെ ഒരു പാട്ട് വെച്ച് തന്നാൽ എനിക്ക് എത്രത്തോളം ക്വാളിറ്റി മനസ്സിലാവും, എത്രത്തോളം ഇതിൻ്റെ വർക്കിംഗ് മനസ്സിലാവുന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കറക്റ്റായിട്ട് എന്തായാലും മനസ്സിലാക്കാനൊന്നും പോകുന്നില്ല. എന്നാലും ഇതിൻ്റെ ഒരു രീതി അതായ സ്ഥിതിക്ക് നമുക്ക് ജസ്റ്റ് ഏതെങ്കിലും ഒരു മ്യൂസിക് പ്ലേ ചെയ്ത് നോക്കാം. ഇത്രയും നേരം ഫുൾ സൗണ്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. മാക്സിമം 50 വരെയാണ് പോകുന്നത്. ഇപ്പോൾ സബിൻ്റെ 5ഉം ട്രിബിളൊക്കെ 5 ആക്കി വെച്ചിട്ടുണ്ട്. മാക്സിമം ആദ്യം റോളി എന്ന് പറയുന്നത് ഇതിലിട്ടിട്ട് അങ്ങനെ ഉണ്ട് നോക്കാം. ഇത് കോപ്പിറൈറ്റ് കിട്ടാത്തൊരു മ്യൂസിക് പ്ലേ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു എഫക്റ്റ് കിട്ടാത്തത്. നമ്മളല്ലാത്തൊരു പാട്ട് പ്ലേ ചെയ്യുന്ന സമയത്ത് അടിപൊളി എഫക്റ്റ് ആണ്, കുറച്ചും കൂടെ പവർ കിട്ടും. പക്ഷേ എനിക്കിതിവിടെ പ്ലേ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. എങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് കോപ്പിറൈറ്റ് ഒരുപാട് കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു മ്യൂസിക് ഇതിൻ്റെ കൂടെ പ്ലേ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. ഇതിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ
ഒരു രക്ഷയില്ലാത്തൊരു വർക്കിംഗ് ആണ്. ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു സൗണ്ട് ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ വേറെ ലെവലാണ്. ഇത് 6.5 ഇഞ്ചിൻ്റെ സബ് വൂഫറാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്നത്. പക്ഷേ ആ ഒരു സാധനം വെച്ചിട്ട് ഞാനിത് വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ ജനലൊക്കെ ഇങ്ങനെ തരിക്കുന്നുണ്ട്. നിങ്ങൾ ബേസ് ലെവർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണും പൂട്ടി നിങ്ങൾക്ക് എടുക്കാം, വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് ഇത് -5 ഇട്ടാൽ പോലും അത്യാവശ്യം നല്ല രീതിക്ക് ബേസ് ഉണ്ട്. അപ്പോൾ ബേസ് ലെവർ അല്ലാത്ത ഒരാൾ എടുക്കുമ്പോൾ അവർ ശ്രദ്ധിക്കാൻ വേണം. കാരണം സിനിമയൊക്കെ കാണുന്ന സമയത്ത് -5 ഇട്ടാലും വെറുതെ കിടന്ന് ധരിക്കുന്നുണ്ട്. അതായത് ബേസിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ബേസ് മെഷീൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ആ ഒരു സാധനമാണുള്ളത്. ഇപ്പം ഇതിൻ്റെ ഒരു കമൻറ്റ് സെക്ഷനിൽ ബോട്ടിൽ ഈ ഒരു സാധനം 3500D എന്ന് പറയുന്നൊരു മോഡൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ എടുത്താൽ കണ്ടാണ് ഇതൊരു വെപ്പണാണെന്നുണ്ട്, അവൻ്റെ ജനലിൻ്റെ ചില്ലെന്തോ പൊട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഏകദേശം നമുക്ക് നോക്കുമ്പോൾ അതുപോലെ തന്നെ അത്രയും ഭീകരമായിട്ടുള്ളൊരു ബാസാണ് ഇതിൻ്റെ അകത്തുനിന്ന് വരുന്നത്. അടിപൊളിയാണ്. സറൗണ്ട് ടെസ്റ്റും കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് കുഴപ്പമില്ലാത്തൊരു സറൗണ്ടിങ് കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അത് എടുത്തു പറയേണ്ടതും പിന്നെ ബുദ്ധിമുട്ടായിട്ടും തോന്നിയെന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ ഈ പൊക്കിയടച്ച് സാറ്റലൈറ്റ് സ്പീക്കർ തന്നെയായിരുന്നു. കാരണം വയർ കണക്ഷനും എക്സ്ട്രാ ഒന്നും വരുന്നില്ല, പുറകിലോട്ട് കൊടുക്കാനൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആണ്. പക്ഷേ സൗണ്ട് ബാറിൻ്റെ അകത്തുനിന്ന് അത്യാവശ്യം വോളിയം കൂട്ടിയിട്ടും ഇതിൻ്റെ അകത്തുനിന്ന് നല്ലോണം കുറഞ്ഞിട്ടാണ് കേൾക്കുന്നത്. അതായത് ഇത് ഞാൻ ഒരുപാട് രീതിയിൽ വെച്ച് നോക്കി, അപ്പോഴൊക്കെ ഇതിന്ന് വരുന്ന ഒരു ഔട്ട്പുട്ട് ഇതിൻ്റെ അകത്തുനിന്ന് വരുന്നില്ല. ഓൾറെഡി ഈ ഒരു സാധനം നമ്മുടെ പുറകിലാണ് വെക്കാൻ പോകുന്നത് സറൗണ്ട് സ്പീക്കേഴ്സ് ആയതുകൊണ്ട്. അപ്പുറച്ചും കൂടെ കൂട്ടിയിട്ടായിരുന്നു വേണ്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നല്ലോണം കുറവാണ്. ചില സമയത്ത് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ ഇതിൻ്റെ അടുത്ത് പോയിട്ടൊക്കെ നോക്കേണ്ട സാഹചര്യം വരെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫീൽ എനിക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഉണ്ടായിരുന്നു. ഈ പ്രൊഡക്റ്റിൻ്റെ ഡാമേജ് ആണോ എന്താ ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു സാധനം ഭയങ്കരമായിട്ട് മോശമായ പോലെ തോന്നി. കാരണം ഇതിൻ്റെ അകത്തുനിന്ന് വരുന്നൊരു ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെയാണ്, നമ്മൾ വിചാരിച്ച അത്രയൊന്നും സൗണ്ട് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഓവറോൾ നമ്മൾ മാക്സിമം വെക്കുന്ന സമയത്ത് 400 വാട്ടാണ് ഈ ഒരു സാധനത്തിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അത് ഭയങ്കര ലൗഡാണ്. പക്ഷേ ഈ ഒരു സൗണ്ടിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് വളരെ കുറവാണ്. അതാണ് ഇതിലുണ്ടായിരുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ. മോഡിലോട്ട് വരുന്ന സമയത്ത് ഈ ന്യൂസ്, മൂവി, 3D ഈ ഒരു 4 ഓപ്ഷൻസിലാണ് നമുക്ക് ഇതിൻ്റെ സൗണ്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. ട്രെബിൾ കൂട്ടാനും കുറയ്ക്കാനും ബാസ് കൂട്ടാനും കുറയ്ക്കാനും പ്രത്യേകമായിട്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നോർമലി എല്ലാ സൗണ്ട് ബാസിലും ഉണ്ട് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഈ നേരത്തെ പറഞ്ഞില്ലേ സറൗണ്ട് സ്പീക്കേഴ്സിൻ്റെ വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടില്ല. അതുപോലെ സെൻട്രൽ ചാനൽ സ്പീക്കേഴ്സിൻ്റെ വോളിയം കൂട്ടാനും കുറയ്ക്കാനും ഒന്നുള്ള ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് കൊടുത്തില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. കാരണം ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന വോയിസ് ഭയങ്കര ലൗഡായിട്ടും മറ്റേതിൻ്റെ അകത്തുനിന്ന് ഭയങ്കര ചെറുതായിട്ടും തോന്നുന്നതിൻ്റെ മെയിൻ റീസൺ അത് തന്നെയാണ്. ഈ ഒരു ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് മാനുവലി ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ പെയറിംഗ് ബട്ടൺ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ റിമോട്ടിൻ്റെ അകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 13,000 രൂപ 15,000 രൂപയ്ക്കാണ് ഇതിൻ്റെ ഒരു പ്രൈസ് കാണിക്കുന്നത്. ഇപ്പം നമുക്കിതൊരു ഓഫർ പ്രൈസ് ആയിട്ട് 11,500 രൂപയ്ക്ക് കിട്ടും. 11,500 രൂപയ്ക്ക് ഡോൾബി സപ്പോർട്ട് വരുന്ന 5.1 ഇഞ്ച് സൗണ്ട് ബാർ തന്നെ കുഴപ്പമില്ല, അത്യാവശ്യം നല്ലതാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇന്ന് വരുന്ന ഓഡിയോ ക്വാളിറ്റി എന്ന് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഓഡിയോ ക്വാളിറ്റി ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. പക്ഷേ ബാസിനാണ് ഇവർ മെയിനായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത് തോന്നിപ്പോയി. കാരണം ഭയങ്കര ബേസാണ്, ഭയങ്കരമായിട്ട് ബാസാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ബാസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു സാധനം ഭയങ്കര ഇഷ്ടം. ഒന്ന് കുലുങ്ങുന്നുണ്ട് ഒന്നായിട്ട്. പക്ഷേ ബോട്ടിൻ്റെ ഒരു സിഗ്നേച്ചർ സൗണ്ടിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ബോട്ടിൻ്റെ ചെറിയൊരു സ്പീക്കർ ഉപയോഗിച്ച ആൾക്കാരാണെങ്കിൽ നമുക്കറിയാം ബോട്ടിൻ്റെ ആ ഒരു ക്വാളിറ്റി ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നൊരു സൗണ്ട് ബാർ തന്നെയാണ്.